കിച്ചൺ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫുഡ് കളറൊന്നും ചേർക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഐക്കൂറ മീൻ വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ ഐക്കൂറ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് വെള്ളം ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മസാല നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മീനിൻ്റെ ഓരോ പീസായി ചേർത്ത് മസാല 2 വശവും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ഓരോ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ഒരു 30 മിനിറ്റ് സമയം നമുക്ക് മസാല പിടിക്കുന്നതിന് വേണ്ടി റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇവിടെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്തും മീൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീനിൻ്റെ പീസ് ഒരു വശം ആയതിനു ശേഷം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മസാല ദം ചെയ്യുന്ന സമയത്ത് അതിൽ കിടന്ന് മീനൊന്ന് കുക്കായി കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരുവിധം കുക്കായതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് മീൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിന് ശേഷം ഞാൻ ബാക്കിയുള്ള മീനിൻ്റെ പീസ് കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ എല്ലാ പീസും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നെയ്യ് മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് ഞാൻ റോസ്റ്റ് ചെയ്ത് ആദ്യമേ മാറ്റി വെക്കുന്നത്. ഇതൊന്ന് നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ റേസിൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതേ ഓയിലിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള അരിയുമ്പോൾ നല്ല നേർമയായി അരിഞ്ഞിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. കാരണം ഇത് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കാനുള്ളതാണ്, ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ സവാള ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുവാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സവാള എല്ലാം ഒരുപോലെ തന്നെ നിറം മാറി വരുന്നതാണ്. കട്ടി കൂടി പോകാൻ പാടില്ല. ഇങ്ങനെ ഇതിനു വേണ്ടി സവാള എടുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് ഇത് അടുപ്പിൽ നിന്ന് കോരി വെക്കാവുന്നതാണ്.
ഇത് ഞാനൊരു പ്ലേറ്റിലേക്കാണ് വെക്കുന്നത്. നമ്മൾ പ്ലേറ്റിലേക്ക് സവാള ചേർക്കുന്ന സമയത്ത് സവാള നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ എണ്ണയിലേക്ക് ഞാൻ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അതിലേക്ക് ഒരു 6 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ 6 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. മസാല കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ഉള്ളിയുടെ എണ്ണവും കൂട്ടിയെടുക്കുക. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്നു കിട്ടുന്നതിന് വേണ്ടി ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു വിധം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 7 പച്ചമുളക് ചതച്ചതും എടുത്തിട്ടുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും 3 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും ചേർക്കുമ്പോൾ കൂടുതൽ മല്ലിയിലയും പുതിനയില അതിനേക്കാൾ കുറച്ചുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മസാലയെല്ലാം ഏകദേശം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. ആ അണ്ടിപ്പരിപ്പ് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് അരച്ചത് കൂടി ചേർക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസുകൾ ഓരോന്നായി നിരത്തി വെക്കുക. മീനിൻ്റെ എല്ലാ പീസും ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. ഒരു 4-5 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചോറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി. മീൻ ചേർത്തതിന് ശേഷം കുറച്ച് ഉള്ളിയുടെ ആ മസാല മീനിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു 5 മിനിറ്റ് സമയം ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. തീ കൂട്ടി വെക്കാൻ പാടില്ല, വളരെ നേർമയിൽ വേണം തീ വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, ഒരു 6 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം ഇവയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 4 കപ്പ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടി ഒരു സ്ട്രെയിനറിൽ വെച്ചിരുന്നതാണ്. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അരി നന്നായി വറുത്തെടുത്ത് ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അരി ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു ചെറിയ തോതിൽ പൊട്ടുന്നൊരു സൗണ്ട് നമുക്ക് കേൾക്കാം. ആ സമയം അരി നന്നായി വഴന്നിട്ടുണ്ടാവും.
ഇനി അപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു 8 ഗ്ലാസ് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു. ആ വെള്ളം തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുക. ലെമൺ ജ്യൂസ് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ഈ സമയത്ത് ചെക്ക് ചെയ്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാലയിലേക്ക് ദം ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് ചോറ് ഓരോ തവയായിട്ട് നമ്മൾക്ക് ഒന്ന് കുടഞ്ഞിട്ടുകൊണ്ട് ചേർത്ത് കൊടുക്കുക. ചൂടോടെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഒന്ന് തണിഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോറിൻ്റെ അളവ് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മസാല കൂടെ എടുത്തു വെച്ചിരുന്നു. അതൊന്ന് ഇതിലെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കളറിന് പകരം പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും ഉള്ളിയും എല്ലാം റോസ്റ്റ് ചെയ്തത് മാറ്റി വെച്ചത് കുറേശ്ശെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. പിന്നീട് ഞാൻ ഇത്തിരി മല്ലിയിലയും കുറച്ച് ക്യാരറ്റ് റോസ്റ്റ് ചെയ്തെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ലെയർ ചോറ് നിരത്തി കൊടുക്കുക. ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മൾ ചോറ് കട്ടയൊന്നും പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. ഈ ചോറ് കൂടി നിരത്തിയതിന് ശേഷം 1 ടീസ്പൂൺ മസാലയും ബാക്കിയുള്ള മഞ്ഞൾപ്പാലും കൂടി ചേർത്ത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുകളിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഉള്ളിയും എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഞാനൊരു 3-4 പീസ് മീൻ മാറ്റി വെച്ചിരുന്നു. ആ മീനും കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഒരു ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടാണ് ഞാനിത് ദം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂടിയുടെ മുകളിൽ കനൽ ചേർത്തിട്ട് ദം ചെയ്തെടുക്കാം. ഇത് ഒരു 15 മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷമാണ് ഞാനിതൊന്ന് ദം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ആദ്യം ഇതിന് മുകളിലുള്ള മീനിൻ്റെ പീസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ചോറ് നല്ലവണ്ണം ഇളക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം മസാലയിൽ നിന്ന് മീനിൻ്റെ പീസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. മുകളിൽ കുറച്ച് മസാല കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.